ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന നാടകം ചെറിയൊരു രീതിയിൽ കാർട്ടൂൺ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസ് ബഡ് റോസെറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 ക്ലാസ്സിലെ ഇംഗ്ലീഷ് ബുക്കിൽ ഉള്ള ഒരു പാഠമാണ് ദ ഹവർ ഓഫ് ട്രൂത്ത്. ഹവർ ഓഫ് ട്രൂത്ത് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ മണിക്കൂർ. ദി സ്റ്റോറി റിട്ടൺ ബൈ പേഴ്സിവാൾ വൈൽഡ്. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. ഈ നാടകത്തിൽ തന്നോടും തൻ്റെ മനസ്സാക്ഷിയോടും സത്യസന്ധത പുലർത്തുന്ന ഒരു നായകനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തൻ്റെ സത്യസന്ധമായ വഴികളിൽ നിലനിർത്താൻ വളരെ പരിശ്രമിക്കുന്നു. സത്യം ജയിക്കും എന്നത് അദ്ദേഹം തെളിയിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി ആയിട്ട് കാണുന്നത്, ദ ഹവർ ഓഫ് ട്രൂത്ത്. It's time he was home. Yes, mother. I do hope he hasn't forgotten his umbrella. He has such a habit him. Yes, mother. It might rain. Don't you think so? Evie. HHH. Mother. Mother. What does Mr. Gresham want with him? Has he done anything wrong? Your father? No. Evie. Then why did Mr. Gresham send for him? He wanted to talk to him. What about? Mr. Gresham has been arrested. They are going to try him tomorrow. What can he want with father? Your father will have to give evidence. But he's going to give evidence against Mr. Gresham has been arrested. They're going to try him tomorrow. What can he want with father? ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. കഥാപാത്രങ്ങൾ. ഒന്നാമത്തെ കഥാപാത്രമാണ് റോബർട്ട് ബാൾവിൻ. രണ്ടാമത്തേത് മാർത്ത. മാർത്ത ഹിസ് വൈഫാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാർത്ത. മൂന്നാമത്തെ ക്യാരക്ടർ ജോൺ. റോബർട്ട് ബാൾവിൻ്റെ മകനാണ് ജോൺ. അഞ്ചാമത്തെ ക്യാരക്ടറാണ് ഈവി, മകളാണ്. മിസ്റ്റർ മാർഷൽ എ മെയ്ഡ്, ഒരു പരിചാരികനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.